നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവം മേജർ ആർച്ച് ബിഷപ്പിനോട് ക്ഷമിക്കട്ടെ. അങ്ങനെ സീറോ മലബാർ സഭയുടെ തലവൻ എന്ന് അവകാശപ്പെടുന്ന മാർത്തട്ടിൽ ആഭിചാര കുർബാന അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ വലിയ ആഴ്ചയുടെ ആരംഭം കുറിച്ചു എന്ന് വേണം കരുതുവാൻ. കാരണം ഇന്ന് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നടത്തിയ ഓശാന തിരുനാൾ ആഘോഷ പരിപാടി, അത് പരിശുദ്ധ ബലിയർപ്പണത്തോടുള്ള അവഹേളനവും ആഭിചാര കുർബാനയുമായിട്ട് വിശ്വാസികൾ കാണുകയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് തന്നെയാണ് സത്യവും. കാരണം മാർ റാഫേൽ തട്ടിൽ കഴിഞ്ഞ ദിവസം ഇറക്കിയ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സർക്കുലർ പ്രകാരം പരിശുദ്ധ ബലിയർപ്പണവും വലിയ ആഴ്ചയിലെ കർമ്മങ്ങളും അന്നാ പെസഹ തിരുനാളിൽ എന്ന് തുടങ്ങുന്ന ആരംഭ ഗാനത്തോടുകൂടി വേണം ആകുവാൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്നാ പെസഹ തിരുനാളിൽ എന്ന് തുടങ്ങുന്ന ആരംഭഗാനം പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ആരംഭഗാനമാണ് എന്ന് കത്തോലിക്ക സഭ മുഴുവനും അറിയാവുന്ന കാര്യമാണ് എന്ന സ്ഥിതിക്ക് ഇന്ന് ഓശാന ഞായറാഴ്ച മാർ റാഫേൽ തട്ടിൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ നടത്തിയത് എന്താണ് എന്നുകൂടി മാർ റാഫേൽ തട്ടിലോ അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോ പറഞ്ഞു തരേണ്ടി വരും. ഹൈക്കോടതിയുടെ ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ബസിലിക്കയിൽ പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ സാധിക്കില്ല എന്നുള്ള നഗ്ന സത്യം നിലനിൽക്കെ അവിടെ ഈ കാണിച്ചു കൂട്ടിയത് എന്താണ്? ശരിക്കും ഇത് ആഭിചാര കുർബാനയല്ലേ? കാരണം ജനാഭിമുഖമായി നടക്കുന്ന കുർബാനയുടെ ആദ്യ ഭാഗമാണ് അവിടെ അരങ്ങേറിയിരിക്കുന്നത്. അനാഫ്ര മുതൽ അൾത്താരാഭിമുഖമായി നടത്തേണ്ട കുർബാനയുടെ ഭാഗം അവിടെ നടന്നില്ല എന്നിരിക്കെ ഇപ്പോൾ നടന്നത് ശരിക്കും ആഭിചാര കുർബാനയല്ലേ? അങ്ങനെ പരിശുദ്ധ ബലിയർപ്പണത്തെ വ്യഭിചരിക്കുവാൻ സഭയുടെ തലവനെന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ സഭയുടെ തലവനെന്ന് സ്വയം അവകാശപ്പെടുന്ന തട്ടിൽ ശ്രമിച്ചുവെങ്കിൽ പിന്നെ ഇവിടെ സീറോ മലബാർ സഭയുടെ അസ്തിത്വത്തിന് വിലയുണ്ടോ? സീറോ മലബാർ സഭയുടെ അസ്തിത്വം എവിടെ പോയി എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു. ഇത് വത്തിക്കാൻ കാണുന്നില്ലേ? ഇത് മാർപ്പാപ്പ കാണുന്നില്ലേ? ഇത് സീറോ മലബാർ സഭയുടെ സിനഡ് കാണുന്നില്ലേ? നിങ്ങൾ ഇനിയും ഉറക്കം നടിക്കുകയാണോ? സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ നോക്കുകുത്തികളാക്കുന്ന മെത്രാൻ വേഷധാരികൾ, അത് എറണാകുളത്തുള്ളവരാണെങ്കിലും മറ്റു രൂപതകളിലുള്ളവരാണെങ്കിലും പരിശുദ്ധ ബലിയർപ്പണത്തിൽ വെള്ളം ചേർക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം റൂബ്രിക്സുകൾ തിരിച്ചും മറിച്ചും കളിക്കുകയും ചെയ്യുന്ന മെത്രാൻ വേഷധാരികളെ അപ്പാടെ സഭയിൽ നിന്ന് പുറത്താക്കി സീറോ മലബാർ സഭയെ രക്ഷിക്കുവാൻ ഇനിയെങ്കിലും വത്തിക്കാൻ മുൻപോട്ട് വരട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥന. കാരണം വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ പോലും ആഭിചാരം കുത്തി നിറച്ച പാഷാണ്ടിയായ ഒരു വ്യക്തിയാണോ സീറോ മലബാർ സഭയുടെ തലവനെന്ന് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നു. അവർ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉടനീളം കാണാം സെന്റ് മേരീസ് ബസിലിക്ക ഇടവക ദേവാലയത്തിലെ ഇടവക അംഗങ്ങളുടെ എണ്ണത്തിന്റെ 1/4 പോലും ഈ നടക്കുന്ന ചടങ്ങുകളിലില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. അങ്ങനെ വിശ്വാസികളെ 2 തട്ടിലാക്കിയാണോ ഈ മാർ തട്ടിൽ 2 തട്ടിലായത് എന്നുള്ളത് വിശ്വാസികൾ ചോദിക്കുന്നു. വിശ്വാസികൾ കണ്ട് വിശ്വസിക്കുന്നു എന്ന് വേണം കരുതുവാൻ. ഇവിടെ ഈ പ്രോഗ്രാമിന് ആധാരമായ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ ഇടവക അംഗമായ ഒരു വിശ്വാസി ഇതിനെപ്പറ്റി സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് കേട്ടുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജിമ്മി പുത്തിരിക്കാൻ. യഥാർത്ഥത്തിൽ നാളെ ഓശാന ഞായറാഴ്ച ദിവസം കത്തോലിക്ക സഭയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന രീതിയിൽ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ എന്ന് അവകാശപ്പെടുന്ന മാർ തട്ടിൽ പിതാവ് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന പരിപാടി നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയ്ക്ക് കളങ്കം ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ നമ്മൾക്ക് കാണേണ്ടത്. അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചതും അദ്ദേഹം തന്നെ അംഗമായിരിക്കുന്ന ലിറ്റർജി കൗൺസില് പ്രതിപാദിക്കുന്നതുമായ ഓശാന ഞായറാഴ്ചത്തെ കുർബാന ബലിയർപ്പണം
അന്നാ പെസഹ തിരുനാളിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തോടുകൂടി ആരംഭിക്കുന്നതാണ്. അതുമായി തട്ടിച്ചു വായിക്കുമ്പോൾ കത്തീഡ്രൽ ബസിലിക്കയിൽ നാളെ നടക്കുന്നത് വിശുദ്ധ കുർബാന തന്നെയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധ കുർബാന അല്ലാത്ത എല്ലാ ഭക്ത അഭ്യാസങ്ങളും അവിടെ നടത്താമെന്നാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗത്ത് വരുന്ന കുരുത്തോല വെഞ്ചിരിപ്പും പിന്നീട് വരുന്ന വചനപ്രഘോഷണവും കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുർബാന തന്നെയാണ് തുറന്നു പോകുന്നത്. അങ്ങനെ നടത്തുമ്പോൾ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ അബ്യൂസീവ് യൂക്കരിസ്റ്റിക് സെലിബ്രേഷൻ നടത്തുന്നത് നാളെ ബസിലിക്ക വീണ്ടും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു കൂട്ടം വൈദികർ 2022 ഡിസംബർ 23 മുതൽ 24 വരെ നടത്തിയ അതേ അബ്യൂസീവ് യൂക്കരിസ്റ്റിക് സെലിബ്രേഷൻ്റെ ആദ്യ പാദം നാളെ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ തട്ടിൽ പിതാവ് നടത്തുന്നു. ഇതിൽ വിശ്വാസികൾക്കാർക്കും പങ്കില്ല. ഈ കുറ്റം അങ്ങ് തന്നെ ഏറ്റെടുക്കേണ്ട സാഹചര്യമാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. സിനഡ് പിതാക്കന്മാരുടെ ഇടയിൽ വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കണമെന്നും ഇതിന് വേണ്ട നടപടികൾ വത്തിക്കാനുമായി ആലോചിക്കണമെന്നും വത്തിക്കാനെ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഈ പാപത്തിൽ നമുക്കാർക്കും പങ്കില്ല എന്നും നമുക്ക് സഭയോടും സമൂഹത്തോടും പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായിരിക്കുക. സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് സഭയുടെ പരമാധ്യക്ഷൻ തന്നെ സഭയെ നയിച്ചു കൊണ്ടുപോകുന്നതായിട്ട് നാളെ എറണാകുളം അങ്കമാലി രൂപതയുടെ ആസ്ഥാന ദേവാലയം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ദൈവം മേജർ ആർച്ച് ബിഷപ്പിനോട് ക്ഷമിക്കട്ടെ. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.